ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സെപ്റ്റംബർ 4, 2024 എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. എൻ്റെ ബ്രദറിനിലോ. നമ്മളിപ്പോൾ ഉള്ളത് പന്തളത്താണ്. അപ്പോൾ ഇന്ന് കല്യാണ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. കല്യാണം പൊതുവെ പെണ്ണിൻ്റെ നാട്ടിൽ വെച്ചാണല്ലോ നടത്തുക. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ പന്തളത്തെത്തി റൂം എടുത്തിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ ഒരു 7 മണിയായപ്പോഴേക്കും ഒരുങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആൾ കറക്റ്റ് സമയത്ത് തന്നെ റൂമിൽ വന്നു. എന്നിട്ട് അമ്മേനെയാണ് ആദ്യം നമ്മൾ റെഡിയാക്കുന്നത്. ഇതെൻ്റെ മദർ ഇൻ ലോ ആണ്. അപ്പോൾ അമ്മ ആദ്യം സാരി ഉടുത്ത് തുടങ്ങി. അമ്മയുടെ കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലൗസും പാവാടയും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ക്രോപ്പ് ടോപ്പും കൂടി ഇട്ടിട്ട് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ കല്യാണ സാരി കേട്ടോ. അപ്പോൾ അമ്മേനെ ആദ്യം നമ്മൾ സാരി ഉടുപ്പിച്ച് വിട്ടു. അത് കഴിഞ്ഞ് എൻ്റെ സാരി അവർ ഡ്രേപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പാരലായിട്ട് തന്നെ അമ്മയുടെ മേക്കപ്പും തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് വളരെ മിനിമലായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് നമ്മൾ കാറിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ച ബൊക്കെയാണ്. അങ്ങനെ എൻ്റെ ടേൺ ആയി ഗൈസ്. അപ്പോൾ ഞാനും ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഡിമാൻഡ് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കാരണം ഇവിടെ പന്തളത്ത് നിന്ന് കല്യാണം കഴിഞ്ഞ് നമുക്ക് പെരുമ്പാവൂർ എറണാകുളം വരെ പോകേണ്ടതാണ്. അത്യാവശ്യം ലോങ് ഡേ ആയിരിക്കും. അപ്പോൾ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണമെന്നും പിന്നെ ഓവർ പുട്ടി ലുക്ക് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലുണ്ടായ നെക്സ്റ്റ് കല്യാണമാണ് ഇത്. അപ്പം ഞങ്ങളെല്ലാവരും തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇനി എന്നേക്കാൾ എക്സൈറ്റഡ് ആയ 2 പേരെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കല്യാണം തുടങ്ങിയതാണ് പറയുന്നത്. അപ്പം ഞാനായിട്ട് ലാഗ് എടുപ്പിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ചെറുക്കൻ ഗോകുൽ. പിന്നെ കൂടെയുള്ള ആ പച്ച ഷർട്ട് എൻ്റെ സ്വന്തം ബ്ലഡ്, എൻ്റെ അനിയൻ. നമ്മൾ പിടിക്കാൻ പോകുന്ന പടത്തിൻ്റെ ഡയറക്ടേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അച്ഛനും അമ്മ അനിയൻ, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ നിന്നിട്ട്, ചേട്ടനും ചേച്ചിയും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞത് നമുക്ക് പോകാനുള്ള സമയമായിരുന്നു. മുഹൂർത്തത്തിൻ്റെ സമയമായി. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. കല്യാണം നടക്കാനിരുന്ന മണ്ഡപത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ കേട്ടോ നമ്മൾ റൂം എടുത്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് വേഗം മണ്ഡപത്തിലേക്ക് എത്താൻ പറ്റി. ചെക്കനും കൂട്ടരും റെഡിയാണ്. അപ്പോഴേക്കും കല്യാണ പെണ്ണും എത്തി. കാവ്യയുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടോ ഇത്. മൊത്തം ആൾക്ക് 3 ഔട്ട്ഫിറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വഴിയേ കാണാം. പിന്നെ ഡെക്കറൊക്കെ ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഞാൻ ആ കൺവെൻഷൻ സെൻറ്ററിൽ നിന്നായിരുന്നു കേട്ടോ ഇതിൻ്റെ മണ്ഡപത്തിൻ്റെ പേര്. പന്തളത്ത് തന്നെയാണ്. ഞാനും എൻ്റെ കിട്ടുവിനും കൂടെ ക്യാൻഡിഡ് എടുത്ത് കളിച്ച് വന്നപ്പോഴേക്കും താലപ്പൊലി വന്നു. ഇതെല്ലാം കാവ്യയുടെ കസിൻസാണ്. കസിൻസും സിസ്റ്റേഴ്സും എല്ലാം ചെറുക്കനെ സ്വീകരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും നമ്മൾ കല്യാണത്തിന് താലപ്പൊലിയൊക്കെ വെച്ച് സ്വീകരിച്ചാണല്ലോ കയറ്റുക. അപ്പോൾ ആദ്യം തന്നെ മാല ഇട്ടു. ഇനി സദസ്സിനെ വന്ദിക്കുന്ന പരിപാടിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചാണല്ലോ ഇവരെല്ലാം എത്തിയത്. അപ്പം നമ്മൾ അവരെ ഒന്ന് കൈകൂപ്പി ബഹുമാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഈ മൊത്തം വ്ളോഗും നമുക്ക് സൈഡിൽ നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താലികെട്ട് അടക്കം സൈഡിൽ നിന്നും ബാക്കിൽ നിന്നുള്ള വ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്കും ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. ഇതിൻ്റെ 2ാമത്തെ വീഡിയോ ആണ് കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ അറിയില്ല എന്നുള്ളത് മാത്രമല്ല, എനിക്ക് താഴെ പോയി എടുക്കാനും പറ്റില്ല. കാരണം നമ്മളെ ചെറുക്കൻ്റെ വീട്ടുകാർ സ്റ്റേജിൽ തന്നെ ഉണ്ടാവണമല്ലോ. അപ്പോൾ എനിക്ക് താഴെ നിന്ന് എന്തായാലും എടുക്കാനും പറ്റില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. നേരത്തെ നമ്മൾ ചെറുക്കൻ്റെ ഫാമിലി സദസ്സിനെ വന്ദിച്ചില്ലേ, അതുപോലെ തന്നെ പെണ്ണിൻ്റെയും നമ്മൾ വന്ദിച്ച് കഴിഞ്ഞിട്ട് പെൺകുട്ടിയും വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇനി താലികെട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ പെണ്ണിന് പുടവ കൊടുത്തു. പുടവയാണ് 3rd ഔട്ട്ഫിറ്റ്. ഇത് ഉടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരിക. അതിനുശേഷം സിന്ദൂരം തൊടുവാണ്. സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി എന്ന് പറയില്ലേ, അതാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ നമ്മൾ പ്രദക്ഷിണം വെച്ചു. ഇതിൻ്റെ ഒന്നും പിന്നിലെ ചടങ്ങ് കാര്യം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ആ വിളക്കിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന അമ്പലത്തിൽ ചെയ്യുന്ന പോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് ഫോട്ടോ സെഷനാണ്. താലികെട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കയറി ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ സെറ്റ് നമ്മുടെ ഫാമിലി ഫോട്ടോ. അച്ഛനമ്മ, അതുപോലെ ഞങ്ങൾ 2 പേരും മാത്രമായിട്ട്, അതുപോലെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും അവരുടെ ഫാമിലി ഫോട്ടോസ് എടുത്തു, കസിൻസുമായിട്ടുള്ളത്. പിന്നെ അവരുടെ ഇൻഡിവിജ്വൽ കപ്പിൾ ഫോട്ടോസ്. താലികെട്ടും ഫോട്ടോ സെഷനും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണ പെണ്ണ് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യാൻ പോയി. അപ്പോഴേക്കും അതായത് എൻ്റെ കസിനാണ് ഹരിക്കുട്ടി. ഞങ്ങൾ ഫോട്ടോ എടുത്തു. 2nd ഔട്ട്ഫിറ്റ് ഈ ഒരു സെറ്റ് സാരി ലുക്കായിരുന്നു കേട്ടോ. ഇതിലാണ് അവർ ഭക്ഷണം കഴിച്ചത്. പിന്നെ ഈ സമയത്തേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ നമ്മളും ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ പത്തനംതിട്ടയിലെ സദ്യയുടെ പ്രത്യേകത എന്ന് തോന്നുന്നു, ഇവിടെ ഹൽവയും അതുപോലെ ഉണ്ണിയപ്പവും വിളമ്പിയായിരുന്നു സദ്യക്ക്.
കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ മര്യാദയ്ക്കൊന്നും ഇരിക്കുന്നത് പിന്നെ തിരിച്ചതാ ഹോട്ടലിൽ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇനി റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ റൂം എടുത്തിരുന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് വന്നത്. ലഗേജ് എല്ലാം എടുക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ കാറിൽ തന്നെയായിരുന്നു തിരിച്ചു പോകുന്നത്. ബാക്കി എല്ലാവരും തന്നെ ബസ്സിൽ പോയി. അപ്പോൾ നേരത്തെ പോയവരെല്ലാം ചെന്നിട്ട് അവിടെ താലപ്പൊലി എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. കാരണം നമ്മൾ ചെല്ലുമ്പം ചെറുക്കനും പെണ്ണിനെയും സ്വീകരിക്കാൻ താലപ്പൊലി അവിടെ സെറ്റായിരിക്കണമല്ലോ. മാത്രമല്ല നമുക്ക് ചെറുക്കനും പെണ്ണുമായിട്ട് വീട്ടിലേക്ക് കയറുന്നതിന് സമയം ഉണ്ടായിരുന്നു. രാഹുകാലം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നോക്കിയിട്ട് 6:15-നുള്ളിലായിരുന്നു കയറേണ്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങളതേ തിരിച്ച് റൂമിലേക്ക് എത്തി. നമ്മളിവിടെ 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 റൂമിലും വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉറപ്പ് വരുത്തി വെക്കേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് മണ്ഡപത്തിലേക്ക് തന്നെ പോന്നു. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് മാറി തേർഡ് ഔട്ട്ഫിറ്റിലേക്കൊക്കെ ആയിട്ട് അവർ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇറങ്ങുന്നതിന് മുമ്പ്. അങ്ങനെ നമ്മൾ തിരിച്ചതാ പോരുകയാണ് സുഹൃത്തുക്കളെ വീട്ടിലേക്ക്. നമ്മൾ നേരത്തെ നിശ്ചയിച്ച് വെച്ച സമയത്ത് തന്നെ വീടെത്തിയായിരുന്നു. അപ്പോൾ താലപ്പൊലിയും വിളക്കും ഒക്കെ ആയിട്ടാണ് അവരെ സ്വീകരിക്കുന്നത്. ഈ സമയമായപ്പോഴേക്കും എല്ലാവരും ശരിക്കും ടയേർഡായിരുന്നു കേട്ടോ, പെണ്ണും ചെറുക്കനും എല്ലാവരും തന്നെ. കാരണം നമുക്ക് നല്ലൊരു യാത്രയുണ്ടായിരുന്നു. പിന്നെ രാവിലെ മേക്കപ്പ് അതെല്ലാം തുടങ്ങുന്നതാണല്ലോ. അപ്പോൾ അതാ കാലെല്ലാം കഴുകി അത് കഴിഞ്ഞ് താലപ്പൊലിയൊക്കെ ആയിട്ട് വിളക്കും ആയിട്ട് ഉള്ളിലോട്ട് വരികയാണ്. ഇവർ ക്യാമറയായിട്ട് ഓടുന്ന കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇവരെയൊക്കെ സമ്മതിക്കണമെന്ന്, ഈ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന ചേട്ടന്മാരെ. കാരണം നമുക്ക് വെറുതെ തന്നെ നടക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഈ വെയിറ്റും ഒക്കെ തൂക്കി ഓടുന്നത്. അമ്മ വിളക്കുമൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടിയുടെ കയ്യിലേക്ക് വിളക്ക് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ വിളക്കുമായിട്ടാണല്ലോ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറേണ്ടത്. അപ്പോൾ വിളക്ക് ഇതാ കയ്യിലേക്ക് കൊടുത്തു. വിളക്ക് തൊട്ടൊക്കെ തൊഴുവിട്ട് വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ പറയുന്നുണ്ട് കേട്ടോ, വലതുകാല് വെച്ചിട്ട് എന്നൊക്കെ. നമുക്കത് ഓർമ്മയുണ്ടെങ്കിലും എല്ലാവരും ആ സമയത്ത് അങ്ങ് ഓർമ്മിപ്പിക്കുമല്ലോ. എനിക്കും ഈ സമയത്ത് ഓർമ്മ വന്നത് പണ്ട് ഞാൻ 3 വർഷം മുമ്പ് ഞാനും ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന ഒരു മൊമെൻ്റാണ്. പിന്നെ വീടെത്തിക്കഴിഞ്ഞാൽ പാല് പഴം ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും പാലും പഴമൊക്കെ കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് 7th സെപ്റ്റംബറിലായിരുന്നു അവരുടെ റിസപ്ഷൻ. അപ്പോൾ റിസപ്ഷൻ്റെ കുറച്ച് ക്ലിപ്സ് എൻ്റെ കയ്യിലുള്ളൂ. കാരണം ചെറുക്കൻ്റെ സൈഡിൽ നിന്നാണല്ലോ നമ്മൾ റിസപ്ഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓടിയൊക്കെ നടക്കാനുണ്ടായിരുന്നു, എടുക്കാനൊന്നും പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.